അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നല്ലൊരു അമലാണ്. നിങ്ങൾക്ക് ഈ ഒരു അമല് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര നടക്കാത്ത ആഗ്രഹമാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് എന്താവശ്യമാണെങ്കിലും നിറവേറാനുള്ളത് ഈ ഒരു അമല് ചെയ്തിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ദുആ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുകയും അതിനുള്ള വഴി അള്ളാഹു തുറന്നു തരുകയും ചെയ്യും. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് ഫലം കിട്ടിയ ഒരു അമലാണ്. നിങ്ങൾ ഇതിൽ പറയും പോലെ തന്നെ തെറ്റാതെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പടച്ച റബ്ബ് ഇതിനുള്ള തക്കതായ ഫലം നിങ്ങൾക്ക് തരും. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശ്വാസം വേണം. ഇങ്ങനൊരു അമല് ഞാൻ ഒരുപാട് പ്രയാസത്തിൽ നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് ഒരു ഉസ്താദ് വഴി ഈ ഒരു അമല് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പടച്ച റബ്ബിനോട് പറഞ്ഞു, പടച്ച റബ്ബേ, ഈ ഒരു അമല് ചെയ്യാൻ എനിക്ക് ഭാഗ്യം തരണേ. ഈ ഒരു അമല് ചെയ്താൽ നീ ഇങ്ങനെ പ്രതിഫലം നൽകുമെങ്കിൽ എനിക്കും നീ ആ ഒരു പ്രതിഫലം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വെള്ളിയാഴ്ച ദിവസമായപ്പോൾ തന്നെ ഈ ഒരു അമല് ചെയ്തു. എന്നിട്ട് ഒരാഴ്ചയാകുമ്പോഴത്തേക്കന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നല്ല ഫലം കിട്ടി. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ ഷോപ്പിൽ കച്ചവടം വർദ്ധിക്കാനായിട്ട് ഞാൻ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭർത്താവ് നാട്ടിൽ വരാത്ത സ്ത്രീകൾക്ക് ഈ ഒരു ടിപ്സ് ഒരുപാട് ഉപകാരപ്പെടും. എൻ്റെ ഭർത്താവ് ഗൾഫിലുള്ള സമയത്ത് ആദ്യമൊക്കെ വേറെ ഒരു ഷോപ്പിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് എനിക്ക് നാട്ടിൽ വരണം എന്നൊക്കെ ഒരു പൂതി, കാണാനൊക്കെ ഒരു പൂതി ആയപ്പോൾ ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്തിട്ട് ഒരു വെള്ളിയാഴ്ച ഓതാൻ തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു 10 ദിവസത്തിനുള്ളിൽ ഭർത്താവിന് നാട്ടിൽ വരാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു മുതലാളി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ ആഗ്രഹങ്ങൾ പലതായിട്ട് നടന്നിട്ടുണ്ട്. എനിക്ക് എന്ത് മനസ്സിൽ ആശ വരുമ്പോഴും ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് സുബൈ നിസ്കരിക്കാൻ എണീക്കുക. അപ്പോൾ സുബൈക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആദ്യം നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു 41 യാസീന് നേർച്ച വെക്കുക. നേർച്ച വെച്ചിട്ട് അള്ളാഹ് എൻ്റെ ഇന്നാലിന്ന ആഗ്രഹം നീ സാധിപ്പിച്ച് തരണേ എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ഇരുത്തത്തിൽ നിങ്ങളൊരു യാസീൻ ഓതുക. യാസീൻ ഓതുന്നതിന് മുന്നേ നിങ്ങൾ ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ആദ്യം ദുആ ചെയ്യണം. നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും പാപങ്ങൾ കാരണം നമ്മുടെ ദുആ സ്വീകരിക്കാണ്ട് ആയി പോവരുത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ദുആ ചെയ്യണം. അതുപോലെ നബിയുടെ ഹദറത്തിലേക്ക് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് വേണം നമ്മൾ യാസീൻ ഓതാൻ തുടങ്ങാൻ. അങ്ങനെ ആ ഒരു ഇരുത്തത്തിൽ ഒരു യാസീൻ ഓതി നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒരാഴ്ച ഓരോ നിസ്കാര ശേഷവും ഓരോന്നോ അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ കഴിയുക എന്ന് വെച്ചാൽ അങ്ങനെ ഓതി തീർക്കുക. എന്നിട്ട് 41ാമത്തെ യാസീന് നിങ്ങൾ ആ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേത്തെ വെള്ളിയാഴ്ച സുബഹിക്കാണ് ഓതി തീർക്കേണ്ടത്. 41ാമത്തെ യാസീന് ഓതേണ്ടത്. എന്നിട്ട് നിങ്ങൾ 41ാമത്തെ യാസീൻ ഓതിയിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആഗ്രഹം ദുആ ചെയ്യുക. പടച്ച റബ്ബ് ഉറപ്പായിട്ട് നിങ്ങളുടെ ദുആ കേൾക്കും. ഒരു യാസീന് നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾ ഓരോ യാസീനും ഓതി കഴിയുമ്പോഴും പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല നല്ല അറിവുകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.